शिवसैनिकाच्या घरी ईडी इन्कम टॅक्स सीबीआय आलेलं मला आठवत नाही. म्हणजे आम्ही विरोधात होतो ना. आता तर आम्ही यांनाच डोक्यावरती भूत बसवलं आम्ही. अनेकदा काय होतं की माणसं कळायला काही वेळ जावा लागतो. राजीवजी कशी होते जरा कळायला वेळ लागला, तसं आताची लोक कशी आहेत हे कळायला थोडा वेळ लागला. पण माणसं कळल्यानंतर आपण सुधारलं पाहिजे. आज जेव्हा मला कळलं की हे आमचा दुरुपयोग करून आम्हालाच लाथा घालायला लागले, म्हणजे जो फरक आहे राजीवजी आणि अक्कांच्या मध्ये की आम्ही विरोधात होतो तरी देखील आमच्याशी कधी राजीवजी सूड भावनेने वागले नाही, ते मी स्पष्टपणाने मोकळेपणाने सांगतो. पण जी शिवसेना जिच्यामुळे तुम्ही सत्तेत आला, मित्र म्हणून तुमच्या संकटाच्या काळात तुमच्या सोबत राहिली, त्या शिवसेनेला म्हणजे आपल्या संकट काळाच्या मित्राला संपवायला निघालेले हे आपले मित्र कसे होऊ शकतात? हे कसे होऊ शकतात? മഹാവികാസ് അഘാഡിയുടെ നേതാവായ ഉദ്ധവ് താക്കറെയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. പലപ്പോഴും പറയുമല്ലോ, പണ്ടൊക്കെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അതിൻ്റെ ഏകാധിപത്യ പ്രവണതയുടെ യക്ഷിയായ ഇന്ദിരാഗാന്ധിയിൽ നിന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ ഗാന്ധി കുടുംബവും അഥവാ നെഹ്റു കുടുംബവും അവരുമൊക്കെ പുലർത്തിപ്പോന്നിരുന്ന ഒരു സഹിഷ്ണുതയുടെ ഭാവത്തെക്കുറിച്ചാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്. ഉദ്ധവ് പറഞ്ഞത് വേറൊന്നുമല്ല, അന്ന് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബാൽ താക്കറെ അതിരൂക്ഷമായി കോൺഗ്രസിനെയും ഇന്ദിരാ കുടുംബത്തെയും അവരുടെ ചെയ്തികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ വളരെ കടന്നാക്രമിച്ച് വിമർശിച്ചിട്ടുണ്ട്. പല കുറവുകളും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ഒന്നും ഒരു ശിവസൈനികൻ്റെയും വീടുകളിൽ വന്നിട്ടില്ല. എം എൽ എമാരെ അങ്ങനെ ആക്രമിച്ചിട്ടില്ല, പറഞ്ഞവരെ തിരിച്ച് പീഡിപ്പിച്ചിട്ടില്ല. അതാണ് സഹിഷ്ണുത അഥവാ ഉൾക്കൊള്ളൽ, വിമർശിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കൽ അഥവാ സ്വാതന്ത്ര്യത്തെ വകവെച്ച് നൽകൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അന്ന് രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കാലത്ത് കോൺഗ്രസിനെ വളരെ കടന്നാക്രമിച്ച് വിമർശിച്ച ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹിഷ്ണുതയും ഉൾക്കൊള്ളലും അത് അംഗീകരിക്കാതിരിക്കാനാവില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. രാഷ്ട്രീയ എതിരാളികൾ പോലും ഈ പറയുന്ന സഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരം നിലപാടുകളെ കാണുന്നത്. മറിച്ച് ഇപ്പോഴാണെങ്കിലോ ആരെങ്കിലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ നയങ്ങളെ കുറ്റം പറഞ്ഞാൽ ഒന്നെങ്കിൽ രാജ്യദ്രോഹി, അല്ലെങ്കിൽ സി ബി ഐയുടെയോ ഇ ഡിയുടെയോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സംവിധാനങ്ങളുടെ വേട്ടയ്ക്കിരയാവുക, ചിലപ്പോൾ FIR ഇട്ട് കേസെടുക്കുക, ജയിലിൽ കിടക്കുക തുടങ്ങിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ സംസാരിച്ചത്.